ഇങ്ങനെ ആണും പെണ്ണും ഒന്നിച്ച് ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് ആടലും കുച്ചിപ്പുടിയും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള നൃത്യങ്ങളും ഹാവഭാവങ്ങളും അഭിനയങ്ങളും പലതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ എന്തിനാ ഉമ്മമാരെ വിട്ടുകൊടുക്കുന്നത്? നമ്മുടെ മക്കളെ എന്തിനാ വേഷം കെട്ടിക്കുന്നത്? ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണോ? അള്ളാഹു നമുക്ക് നൽകിയ കണ്ണുകൊണ്ട്, അള്ളാഹു നമുക്ക് നൽകിയ കാതുകൊണ്ട്, അള്ളാഹു നൽകിയ അവയവങ്ങൾ മുഖേന പടച്ചതമ്പുരാനെ ധിക്കരിക്കാൻ വേണ്ടി അത് സ്കൂളിന്റെ വാർഷികമായാൽ ഹലാലാണെന്ന ഫത്വയുണ്ടോ? ആരും ഇത് ചെയ്തു പോകരുത്. സർവ്വ മനുഷ്യരോടുമാണ് പറയുന്നത്, സർവ്വ മുസ്ലിമീങ്ങളോടുമാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അവരുടെ സംസ്കാരം അവർ ചെയ്തോട്ടെ, നമുക്ക് ഈ സംസ്കാരം ചേർന്നതല്ല. കണ്ടിട്ടില്ലേ പലരും അതാ കുട്ടികൾക്ക് ധാരാളം പൈസയും കാശുമൊക്കെ കൊടുത്തിട്ട് ടൂർ എന്ന പേരിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒരേ വാഹനത്തിൽ അങ്ങനെ യാത്ര ചെയ്ത് പലയിടങ്ങളിലും പോയി നനഞ്ഞാടി കുളിച്ച് തിമർത്ത് വരുന്നില്ലേ? തീം പാർക്കുകളിൽ പോയി നനഞ്ഞാടുവാനും ഒരുമിച്ച് കഴിയാനും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റഡി ടൂർ എന്ന പേരിലും പല പേരിലുമൊക്കെ സമുദായത്തിൽ പലരും ചെയ്യുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കക്ഷിഭേദമില്ലാതെ എന്റെ സർവ്വശ്രോതാക്കളോടും ഈ ഉള്ളവൻ വിനീതമായി പറയട്ടെ, ഈ രൂപത്തിലുള്ള സംസ്കാരങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഒരു മാനേജ്മെന്റും അതിന് തയ്യാറാവരുത്, ഒരു മാനേജ്മെന്റും അതിന് തയ്യാറാവരുത്, ഒരു മാനേജ്മെന്റും അതിന് തയ്യാറാവരുത്. അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. അള്ള തന്നതല്ലേ ഈ നിഅമത്ത്, അള്ള തന്നതല്ലേ ഈ മക്കളെ. അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ പാടാൻ, ആടാൻ, ആടിക്കൊഴയാൻ, കൊഞ്ചിക്കൊഴയാൻ, ശരീരം പ്രദർശിപ്പിക്കാൻ, ശരീരത്തിലെ അവയവങ്ങളിട്ട് കുലുക്കി കാണിക്കാൻ ഇസ്ലാം അനുവദിച്ചതാണോ? ഇതെന്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്? അല്ലാഹുവിനെ തന്നെ സത്യം, ഇത് ദീനല്ല കേട്ടോ, ഇത് അനിസ്ലാമികമാണ് കേട്ടോ, ഇത് ഇസ്ലാമിന് നിരക്കുന്ന പരിപാടിയല്ല എന്ന് എന്റെ എല്ലാ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വളരെ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഡാൻസിന് വേണ്ടി മക്കളെ വിട്ടുകൊടുക്കുന്ന ഉമ്മമാരെ, നൃത്തങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നവരെ, ഇങ്ങനെ നാടകത്തിലും സിനിമക്കും വേണ്ടി വിട്ടുകൊടുക്കുന്നവരെ, സീരിയലിന് വേണ്ടി വിട്ടുകൊടുക്കുന്നവരെ, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ? ഇസ്ലാമികമായി നമുക്ക് അല്ലാഹുവിനോട് ബാധ്യതയില്ലേ? നമ്മുടെ നേതാവിനത് ഇഷ്ടമുണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സംഗതികളല്ലേ?